ഹലോ സാറേ, ഞാനാ ബഷീർ. ബഷീറോ? നീ ഇത് എവിടെ നടാ പോയി? ഞാൻ എന്നാലും എന്റെ ചെറുക്ക, നീ ഒരുമാതിരി മറ്റേടത്തെ മുങ്ങലല്ലേ മുങ്ങിയത്? നിന്നെ കാണാനില്ലെന്ന് കണ്ടപ്പോഴേ മൂപ്പര് ചക്രപാണിയെ ജയിലിൽ നിന്ന് വരുത്തി പൗലോസച്ചനെയും കാച്ചിയിട്ട് സകുടുംബം മുങ്ങി. എന്നെ പോക്കണം കേട മനുഷ്യനെ. ഉള്ള വേണ്ടാതിനല്ല ഫോണിൽ കൂടെ വിളിച്ചു കൂന്നേ. ആ അത് നേരാ. എന്നാ വേണ്ട, പറഞ്ഞതിങ്ങി എടുത്തിരിക്കുന്നു. നീ ഇപ്പൊ എവിടുന്നാ? മുതലാളി എവിടെ ഉണ്ട് സാർ? അത് കൊള്ളാം. അതങ്ങനെ എന്നോട് പറയോ? ചക്രപാണിയോ? അതൊക്കെ ആലീസിന്റെ ഡിപ്പാർട്ട്മെന്റാ. ആ നീ ഇപ്പൊ എവിടുന്നാ അത് പറ. ആ പുളുന്തൻ SP ഭ്രാന്ത് പിടിച്ച് നിന്നെ തപ്പി വിരണ്ട് നടക്കുക. അവന്റെ കയ്യിൽ ചെന്ന് പെടുന്നതിന് മുമ്പ് നീ സ്ഥലം പറ. ഓവർബ്രിഡ്ജിനടുത്താ. ആ അവിടെ തന്നെ പതുങ്ങിക്കോ. ഞാൻ ദാ എത്തിപ്പോയി. എടിയേ, ഇരുട്ടുവാക്കൻ ഈ കോലത്തിൽ എന്നെ ആരെങ്കിലും കണ്ടാ തിരിച്ചറിയോടി? ഇങ്ങനൊരു മക്കുണൻ ഇരുട്ടുവാക്കിനെന്നല്ല, നട്ടപ്പുറ വെയിലത്ത് പോലും ഒരവനും കണ്ടാ മനസ്സിലാവത്തില്ല. ദേ, പിന്നെ ആ ബഷീറിനെ കാണുമ്പോ ഓവർബ്രിഡ്ജിന്റെ കീഴിൽ നിന്ന് കീച്ചിക്കിനാരും പറയാൻ നേരത്തെ ഇങ്ങ് വന്നേക്കണം. അതിനെന്നാ ഞാൻ പോകുന്നേ? പിന്നെ ഇത് ഞാൻ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങ് എത്തിയാലേ വണ്ടിയെ തന്നെ കിടന്ന് ഉറങ്ങിക്കണം. ബാക്കിയുള്ളവർക്കൊന്നും ഉറങ്ങാനുള്ളതാ. ഓ, വടക്കോട്ട് പോയും ദേ വരുന്നു. പിന്നെ നല്ല ഒന്നാന്തര ആമ്പർന്നോമാര് പാലയിലും രാമപുരത്തും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് ഈ മുതുപോത്തിനെയാണല്ലോ കർത്താവ് നീ വിധിച്ചത്. അയ്യോ, സാരായിരുന്നോ? ഇവിടുത്തെ പുള്ളിക്കാരനാണെന്ന് കരുതിയാ ഞാൻ ഏതാണ്ട് പോകണം കേട് വിളിച്ചു പറഞ്ഞത്. എന്നാ സാറേ ഈ നേരത്ത്? അത് പിന്നെ അകത്തേക്ക് വന്നോട്ടെ. അത് പിന്നെ ചോദിക്കണോ സാറേ? എന്നാലും എന്റെ സാറേ, എന്നാ ഒരു വരവായിപ്പോയി ഇത്. മണി എത്രയെന്നാ വിചാരം? 2 കഴിഞ്ഞു. അത് ഞാൻ ഇപ്പൊ പുറത്തു പോകുമെന്ന് സാറിന് ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാ മനസ്സിലായത്? അത് ദൈവാനുഗ്രഹം. ഈ ബീറ്റ് പോലീസുകാരെ ചെക്ക് ചെയ്യാൻ ഒരു എമർജൻസി റൗണ്ടിന് ഇറങ്ങിയതാ ഞാൻ. പെട്ടെന്ന് ബ്രെയിനിൽ ഒരു ഗ്ലെയർ അടിച്ചു. റൂട്ട് മാറ്റി ബ്രെയിൻ വേവ് കറക്റ്റ് ആയി. അല്ല, മൂപ്പരെവിടെ പോയതാ ഈ നേരത്ത്? എന്തൊരു മനപ്പൊരുത്തം. ബീറ്റ് പോലീസുകാരെല്ലാം കള്ളന്മാരാന്ന് പറഞ്ഞ് പുള്ളിക്കാരനും അതിന് തന്നെ പോയതാന്നേ. വെരി ഗുഡ്, വെരി ഗുഡ്. അന്ന് ചാർജ് എടുക്കാൻ വന്നപ്പോ മൊത്തം ഒരു വരട്ടി അത് ഞാൻ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടേച്ച് എന്റെ അടുത്ത് വന്ന് ഒതുക്കത്തി പറഞ്ഞില്ലായിരുന്നോ, ദിസ് ഫോർ യു എന്ന്? അത് ഭംഗിവാക്കല്ലായിരുന്നെന്ന് ഇപ്പഴാ ശരിക്കും എനിക്ക് വിശ്വാസമായത്. മിസ്സസ് ആലിസ് ജോൺ വെർഗസിന് സ്വന്തമായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹൈഡ് ആൻഡ് സീക്ക് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഏത് ഫ്രീക്വൻസി മോഡുലേഷനിൽ പിടിച്ചാൽ can I get Mr. ചക്രപാണി? അല്ല സാർ എന്നായി പറയുന്നേ? മൂർത്തി, അതൊക്കെ ആലീസിന്റെ ഡിപ്പാർട്ട്മെന്റാ. ആ നീ ഇപ്പൊ എവിടെന്നാ അത് പറ. അത് പറ, എവിടുന്ന? അതങ്ങ് പറ മോളെ.